പത്തനംതിട്ട റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്ത് കഞ്ചാവ് കൃഷി കണ്ടെത്തി. ഗ്രോ ബാഗിൽ വളർത്തിയത് 40ഓളം കഞ്ചാവ് ചെടികളാണ്. കഞ്ചാവ് ചെടി വെച്ചത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ അറിവോടെയാണെന്നുള്ള എരുമേലി റേഞ്ച് ഓഫീസർ BR ജയന്റെ അന്വേഷണ റിപ്പോർട്ടും പുറത്തുവരികയാണ്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, വളരെയധികം ശ്രദ്ധേയമായി പറയേണ്ടത് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിയമലംഘനത്തിന് കൂട്ടു നിൽക്കുന്നത് ഉദ്യോഗസ്ഥർ തന്നെയാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. എങ്ങനെ നോക്കിക്കാണാം? വിഷ്ണു, റാന്നി പ്ലാച്ചേരി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ജീവനക്കാർ കഞ്ചാവ് ചെടികൾ വളർത്തിയായിട്ടുള്ള അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. പ്ലാച്ചേരി സ്റ്റേഷനിലെ ജീവനക്കാർ ചേർന്ന് ചെടികൾ നനച്ച് വളർത്തി എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെയൊരു പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷണം നടത്തിയ എരുമേലി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കോട്ടയം DFOയ്ക്കാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ നടപടികൾ എടുക്കേണ്ടത് കോട്ടയം DFO ആണ്. ഗ്രോ ബാഗിൽ കഞ്ചാവ് ചെടികൾ വളർത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത്തരത്തിൽ വളർത്തി എവിടെ നിന്നാണ് ഈ കഞ്ചാവ് ചെടികൾ ലഭിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട്. ഗ്രോ ബാഗുകളുടെ അവശിഷ്ടങ്ങളും മറ്റും കഞ്ചാവ് ചെടി വളർത്തിയതിന്റെ ലക്ഷണങ്ങളും ഈ പരിസരത്ത്, ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്ത് ഉണ്ടെന്നും അത് കൃത്യമായിട്ട് തെളിവുകൾ സഹിതം ലഭിച്ചുവെന്നും ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ അന്വേഷണത്തിൽ കഞ്ചാവ് ചെടികൾ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ കഞ്ചാവ് ചെടികൾ ഈ ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്ത് വിവിധ ഭാഗങ്ങളിലായി നട്ടുനനച്ച് വളർത്തിയതിന്റെ ലക്ഷണങ്ങൾ കൃത്യമായി ലഭിച്ചിട്ടുണ്ടെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നു. 6 മാസം മുമ്പാണ് ഈ കഞ്ചാവ് ചെടികൾ ലഭിക്കുന്നത്. പക്ഷേ ഇതിന്റെ റിപ്പോർട്ട് നൽകുന്നത് ഈ മാസം 16-ാം തീയതിയാണ്. കഞ്ചാവ് ചെടികൾ വളർത്തിയെന്ന് ഈ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ സമ്മതിച്ചതായിട്ടും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. സ്റ്റേഷനിലെ വനിതാ ജീവനക്കാരടക്കം മറ്റ് വനപാലകർക്കും വിവരം അറിയാമെന്നുള്ള കാര്യങ്ങളും പേരുകൾ സഹിതം, ജീവനക്കാരുടെ പേരുകൾ സഹിതം ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. ഈ 6 മാസം മുമ്പ് കഞ്ചാവ് ചെടികൾ വെച്ചതിന്റെയും ഒപ്പം തന്നെ അത് പരിപാലിക്കുന്നതിന്റെയൊക്കെ ചില ദൃശ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ഈ റേഞ്ച് ഓഫീസർക്ക് രഹസ്യ വിവരത്തിലൂടെ ലഭിക്കുന്നു. തുടർന്ന് അന്വേഷണം നടത്തുന്നു. ചെടികളുടെ മറ്റും വിശദാംശങ്ങൾ അദ്ദേഹം പരിശോധിക്കുന്നു. അവിടെ ചെടികൾ നട്ടുനനച്ച് വളർത്തിയിരുന്നു എന്നതിന്റെ തെളിവുകൾ ലഭിക്കുന്നു. 40 ചെടികളാണ് ഇത്തരത്തിൽ ഗ്രോ ബാഗുകളിലായിട്ട് വളർത്തിയതായിട്ടുള്ള തെളിവുകൾ ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഈ ഫോറസ്റ്റ് ഓഫീസറിലെ തന്നെ ഒരു ഉദ്യോഗസ്ഥന്റെ മൊഴിയും ലഭിക്കുന്നു. തുടർന്നാണ് കൂടുതൽ നടപടികൾക്ക് വേണ്ടി കോട്ടയം DFOയ്ക്ക് ഈ റിപ്പോർട്ട് കൈമാറിയിരിക്കുന്നത്. ഇനി ഈ കാര്യത്തിൽ നടപടി സ്വീകരിക്കേണ്ടത് കോട്ടയം DFO ആണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരിക്കുന്ന മുഴുവൻ ജീവനക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണം. ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നതടക്കമുള്ള നടപടികൾ എടുക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നത്. വിഷ്ണു. മിഥുൻ, നമുക്കറിയാം ഒരുപക്ഷെ കേരളത്തിൽ ചെറുതും വലുതുമായി നിരവധി കഞ്ചാവ് കേസുകളാണ് ഉണ്ടാകുന്നത്. അത്തരത്തിൽ നിരവധി ആളുകൾ പിടിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കഞ്ചാവ് കൃഷി നശിപ്പിച്ച അല്ലെങ്കിൽ അതിനെ കണ്ടെത്തി നശിപ്പിക്കേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഈ ഇത്തരം കഞ്ചാവ് കേസിൽ പ്രതികളാകുമ്പോൾ ഒരുപക്ഷെ അവർ അല്ലെങ്കിൽ കുറ്റക്കാർക്കെതിരെ ശക്തമായൊരു നടപടി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം കൂടി ഉയരുകയാണ്. തീർച്ചയായും വിഷ്ണു, നിയമം പരിപാലിക്കേണ്ടവർ തന്നെ നിയമലംഘനം നടത്തുന്നു എന്നുള്ള കാര്യമാണ് ഈ കാര്യത്തിൽ ഒരു വിരോധാഭാസമായിട്ട് നിലനിൽക്കുന്നത്. കൃത്യമായിട്ടുള്ള ആളുകളുടെ ജീവനക്കാരുടെ പേരുകൾ സഹിതമാണ് ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. വനിതാ ജീവനക്കാരടക്കമുള്ള ആളുകൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ അറിവുണ്ടായിരുന്നു. കൃത്യമായി ഇവർ പരിപാലിക്കുകയായിരുന്നു ഈ കഞ്ചാവ് ചെടികൾ പരിസരത്തും ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്തും മറ്റുമായിട്ട് നട്ടുനനച്ച് മാസങ്ങളോളം കൃത്യമായി വളർച്ചയെത്തുന്ന രീതിയിലേക്ക് വരെ ഈ കഞ്ചാവ് ചെടികൾ വളരുന്ന സാഹചര്യത്തിൽ വരെ ഇതിന് പരിപാലനം നൽകി എന്നുള്ള കാര്യമാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് ഈ റേഞ്ച് ഓഫീസർക്ക് രഹസ്യ വിവരത്തിലൂടെ ലഭിക്കുകയും ചെയ്തിരുന്നത്. തുടർന്ന് അദ്ദേഹം നടത്തിയ അന്വേഷണത്തിലായിരുന്നു ഈ ഉദ്യോഗസ്ഥർക്കടക്കം കൃത്യമായിട്ടുള്ള പങ്ക് ഇതിന്റെ അകത്തുണ്ട്. കൃത്യമായി സാധാരണ ചെടികൾ നട്ടുനനയ്ക്കുന്നത് പോലെ ഗ്രോ ബാഗിലാക്കി മറ്റ് വെള്ളവും മറ്റു പരിപാലനവും ഒക്കെ നൽകി പരിപാലിക്കുകയായിരുന്നു എന്നുള്ള കാര്യമാണ് വ്യക്തമാകുന്നത്. അതൊരു വിരോധാഭാസമായിട്ട് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ തന്നെ, നിയമപാലകർ തന്നെ ഇത്തരത്തിലുള്ള നിയമലംഘനം നടത്തുന്നു എന്നുള്ള കാര്യം ഒരു വിരോധാഭാസമായിട്ട് നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. മുഴുവൻ ആളുകൾക്കും ഇതിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെ, മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഇനി അതിന്റെ കാര്യത്തിൽ കൂടുതൽ നടപടികൾ എടുക്കേണ്ടത് കോട്ടയം DFOയ്ക്കാണ്. മറച്ചുവെച്ച ഈ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള ധാരണ ലഭിച്ചിട്ടും ഇത് മറച്ചുവെച്ച ജീവനക്കാരുണ്ട്. ഈ കാര്യങ്ങൾ കൂട്ടമായിട്ട്, സംഘമായിട്ട് ചേർന്ന് ജീവനക്കാർ ചേർന്നാണ് ഇക്കാര്യത്തിൽ ഈ കഞ്ചാവ് ചെടികൾ നട്ടുനനച്ച് വളർത്തി പരിപാലിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ നടത്തിയതെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ മുഴുവൻ ആളുകൾക്കും നേരിട്ടും അല്ലാതെയും ഈ കാര്യത്തിൽ പങ്കെടുത്ത, കഞ്ചാവ് ചെടി വളർത്തുന്നതിന് വേണ്ടി പങ്കെടുത്ത മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് ഈ റിപ്പോർട്ടിൽ, ഈ കോട്ടയം
എരുമേലി റേഞ്ച് ഓഫീസർ നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. എന്തായാലും ഈ നടപടി എന്താകും എന്നുള്ള കാര്യമാണ് ഇനി ഉറ്റുനോക്കേണ്ടത്. കൂടുതൽ ഇത്രയും ഗൗരവകരമായിട്ടുള്ള ഒരു വിഷയമാണിത്. ഫോറസ്റ്റ് ഓഫീസർമാർ തന്നെ കഞ്ചാവ് ചെടി വളർത്തുന്നു, അത് പരിപാലിക്കുന്നു. ഫോറസ്റ്റ് സ്റ്റേഷന്റെ പരിസരത്ത് ഈ കഞ്ചാവ് കൃഷി നടത്തുന്നു. കൂടുതൽ ഏറ്റവും ഗൗരവമായിട്ടുള്ള ഈ വിഷയത്തിൽ DFO എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നത്? ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ള കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. വിഷ്ണു. വ്യക്തമാണ്. മിഥുൻ മുരളിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.